ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Vinisdine. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇനി വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വയറ് നിറച്ച് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു ഐറ്റമാണ്. ഗാർലിക് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഗ്രീൻ ചില്ലി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചമുളക് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒനിയനാണ്. ഒരു മീഡിയം സൈസ് സവാള പകുതിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ടേസ്റ്റിയാണ്, അതോടൊപ്പം ഹെൽത്തിയാണ്. ബട്ടർ ഹെൽത്തി അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം, ഒലിവ് ഓയിലോ ഞാൻ പറഞ്ഞില്ല വെജിറ്റബിൾ ഓയിലോ. ഇപ്പോൾ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. 1/2 കപ്പ് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലുകളില്ലാതെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചിക്കന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ അവോയ്ഡ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. ചിക്കൻ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ്. ക്യാരറ്റും കൂടെ അതിൻ്റെ കൂടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്ന് ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ്. ഒരു 3 ബീൻസ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം. വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നന്നായി ഒന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഷ്റൂമാണ്. ഒരു 4 മഷ്റൂമാണ് എടുത്തേക്കുന്നത്, ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇന്ന വെജിറ്റബിൾ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ചേർത്ത് കൊടുത്തത് സെലറിയാണ്. സെലറിയുടെ ലീവ്സും കുറച്ച് തണ്ടും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. സെലറി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. പക്ഷേ സെലറി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിഷിന് വേറൊരു ടേസ്റ്റ് വരും. നല്ലൊരു ഫ്ലേവറാണല്ലോ സെലറിക്ക്. സെലറിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരുടെ എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതൊക്കെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. 4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കുംബർ വെള്ളരിക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയോ വെള്ളരിക്കയോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൊക്കോളി അങ്ങനെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിക്കുക, നന്നായിട്ട് തിളച്ച് വെജിറ്റബിൾസും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് ഓട്സ് ആണ്. ഓട്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 4 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അതിന് പകരം 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിക്കായി പോയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 5 കപ്പ് വെള്ളം ആദ്യമേ തന്നെ അങ്ങ് ചേർത്താൽ, അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും 1 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ ഓട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയും ചിക്കനും ഒക്കെ അവോയ്ഡ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എഗ്ഗ് യോക്ക് ചേർക്കുന്നതുകൊണ്ട് എഗ്ഗി സ്മെല്ല് വരുമോ എന്നൊന്നും പേടിക്കണ്ട. ആ സെലറിയൊക്കെ ചേർന്ന് വരുന്ന കാരണം സെലറിയുടെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഡിഷിന് ഉണ്ടാവുക. ഓട്സിൻ്റെ ഒന്നും ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഒരു 5 ടേബിൾ സ്പൂൺ സോയാ സോസ് വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് നോക്കിയിട്ട് അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിച്ചാലും മതി. ഇപ്പോൾ എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സെലറിയുടെ തണ്ട് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. സോയ സോസൊക്കെ ചേർത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സോയയിലൊക്കെ നന്നായിട്ട് ഉപ്പ് ചേർന്നതാണല്ലോ, അത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാല് വരെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. തണുത്തതിന് ശേഷം ഒന്നുകൂടെ കുറുകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുപാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് ഒന്നുകൂടെ ലൂസാക്കി എടുത്താൽ മതി. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഓട്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാകും. ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കി എടുത്ത് കഴിക്കാം, ഒരു കുഴപ്പവുമില്ല. 2-3 ദിവസം എന്തായാലും കേടാവാതെ ഇരിക്കും. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ടേസ്റ്റ് മാറുകയില്ല. നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. വണ്ണം വയ്ക്കുന്നതിനും എന്നാൽ ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ബട്ടറൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ഒലിവ് ഓയിലോ ഒക്കെ ചേർത്താൽ മതി. മുട്ടയും ചിക്കനും വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാവും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.